നമസ്കാരം, വെൽക്കം ബാക്ക് ടു വൃഷഭാദ്രി ആയുർവേദ ഹോസ്പിറ്റൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് കുറവായി പറയപ്പെടുന്ന പക്ഷെ വളരെ ശക്തിയുള്ള ഒരു ഔഷധത്തിനെ കുറിച്ചാണ്. കരിഞ്ജീരകം, കലഞ്ഞി അല്ലെങ്കിൽ ബ്ലാക്ക് സീഡ്, നൈജില്ല സറ്റീവ, എങ്ങനെ വിളിച്ചാലും അതിന്റെ ഔഷധ ഗുണങ്ങൾ അത്രമേൽ അതിശയകരമാണ്. ചുരുക്കത്തിൽ പറഞ്ഞ മരണമൊഴികെയുള്ള എല്ലാത്തിനും പരിഹാരമായ ഒന്ന്. ഇതൊരു ചെറിയ വിത്താണ് ശരിക്കും. ഏകദേശം 3000-ഓളം വർഷങ്ങൾ പഴക്കം ഈ ഒരു കരിഞ്ജീരകത്തിന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ളതുമാണ് കരിഞ്ജീരകത്തിന്. ഇതിന്റെ കടുവും തിക്തവുമാണ് ഇതിന്റെ രുചി. അതുകൊണ്ട് തന്നെ ഈ വിത്ത് ഉഷ്ണഗുണപ്രധാനമാണ്. അപ്പം വാതവും കഫവും അടക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ഒരു ഔഷധമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ശ്വാസകോശത്തിനും അതുപോലെ തന്നെ ദഹനക്കേട്, പോസ്റ്റ്മോർട്ടം പീരീഡ്, ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇത് വളരെയധികം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട 5 ബെനിഫിറ്റ്സ് നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമതായിട്ട് പറയാൻ പറ്റും ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതാണ്. കഫം, ആസ്മ, തുമ്മൽ. ഈ കരിഞ്ജീരകത്തിന്റെ ഒരു ഫലപ്രാപ്തി വളരെ വലുതാണ്. ഇതിലൊക്കെ അല്പം പൊടിച്ച് തേനിൽ ചേർത്തിട്ട് ദിവസം 2 തവണ എടുത്താൽ തന്നെ നല്ല റിസൾട്ട് കാണിക്കും. അതിനകത്ത് പറയുന്ന ഒരു തൈമോക്വിനോൺ കോമ്പൗണ്ട് ഉണ്ട്. അത് ശ്വാസനാളത്തിലെ അണുബാധയെ കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാം ദഹനക്കേട്, ജീർണശക്തി. ഇത് തന്നെ എന്താ പറയാ, നമ്മുടെ ദഹന കുറവ് കൊണ്ട് സംഭവിക്കുന്ന എല്ലാ കേസുകളിലും, പോസ്റ്റ് ഡെലിവറി ആയിട്ടുള്ള എല്ലാ കേസുകളിലും നന്നായിട്ട് ചൂടുവെള്ളത്തിൽ അല്പം വറുത്ത കരിഞ്ജീരകം എടുത്താൽ തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അഗ്നിബലം വളരെയധികം നന്നായിട്ട് മെച്ചപ്പെടുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ മഞ്ഞളും പാലും ചേർത്ത് കരിഞ്ജീരകവും ചേർത്ത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് പറയുന്ന ഓജസ് വർദ്ധിക്കും, ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. ഡെലിവറിക്ക് ശേഷം ശരീരശക്തി, ബോഡി കുറയുമ്പോൾ ഇതൊരു ഗ്രേറ്റ് സപ്പോർട്ടാണ് ശരിക്കും. നമുക്ക് പറയാവുന്നത് താടിയും പിന്നും ഒക്കെ ആയിട്ടാണ്. ഹെയർ ഫാള്, ഡാൻഡ്രഫ്, എന്തെങ്കിലും തരത്തിലുള്ള ത്വക്ക് രോഗങ്ങളൊക്കെ. അപ്പൊ ഈ കരിഞ്ജീരകത്തിന്റെ എണ്ണയും വെളിച്ചെണ്ണയും ചേർത്ത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നതൊക്കെ സ്കിന്നിന് വളരെ നല്ലതാണ്. ചർമ്മത്തിന്റെ ഒരു ത്വക്പ്രസാദനമായിട്ട് ഇത് ഇന്റേണലിയും കഴിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു 5ാമത്തെ പോയിന്റ് എന്ന് പറയാൻ പറ്റുന്നത് ബ്ലഡ് ഷുഗർ ലെവലാണ്. നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിക്ക് ഇത് കഴിക്കാം. എങ്ങനെയാ വെച്ചാൽ പ്രതിദിനം ഒരു ഹാഫ് ടീസ്പൂണൊക്കെ ഭക്ഷണത്തിൽ ചേർത്ത് എടുക്കുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവല് നാച്ചുറൽ ആയിട്ട് ബാലൻസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡയബറ്റിക്കാർക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇനി കുറച്ച് ആയുർവേദിക് റെമഡീസ് ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഡെലിവറി ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇതിനകത്ത് കിട്ടും. എങ്ങനെയാ വെച്ചാൽ കരിഞ്ജീരകം, ജീരകം, ഇതെല്ലാം ഒരു ഈക്വൽ ആയിട്ടുള്ള അളവിൽ വറുത്തിട്ട് അല്പം ചൂട് പാലിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് ദഹനത്തിനും മുലയൂട്ടലിനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ ഇനി ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് കരിഞ്ജീരകം ചൂടാക്കി നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് ചുമയ്ക്കുന്ന സമയത്ത് ഇതൊക്കെ വെച്ചിട്ട് ചെസ്റ്റ് മസാജ് ഒന്ന് ചെയ്ത് കൊടുക്കുക. നല്ല മാറ്റം അതിനകത്തുണ്ടാവും. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസും എടുക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗർഭിണികൾ പ്രത്യേകിച്ച് ശരീരത്തിലെ യൂട്രസ് കോൺട്രാക്ഷൻ ഇത് വരുത്തും. അതുകൊണ്ട് ഗർഭിണികൾ ഉപയോഗിക്കുന്നത് അത്ര സേഫ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ BP കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നവര്, BP കുറയാനായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ കരിഞ്ജീരകം BP കുറയ്ക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഡോക്ടറിനോടൊന്ന് ചോദിച്ചിട്ട് മാത്രം ഇത് കഴിച്ചു പോകുന്നത് നന്നായിരിക്കും. BP കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ദഹനക്കേടുമായിട്ട് വയറിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾക്ക്, ഈ വയറിന്റെ ബുദ്ധിമുട്ട്, വായുകോപം ഉള്ള ആളുകൾ കരിഞ്ജീരകം എടുക്കുകയാണെങ്കിൽ കുറച്ച് കരിഞ്ജീരകം മതി ആ ഒരു പ്രശ്നത്തിനെ വളരെയധികം കൂടുതലാക്കാൻ. ഇത് ഒരു ഗൈഡൻസോട് കൂടി മാത്രം കഴിക്കുക. എക്സ്റ്റേണലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അലർജിയുടെ ടെസ്റ്റ് ഒന്ന് എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. കാരണം എല്ലാവർക്കും ഇത് ഒരുപോലെ ഒന്നും എഫക്റ്റ് ആവണം എന്ന് വരത്തില്ല. കാരണം അപ്പോൾ ഒരു പാച്ചി ടെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കരിഞ്ജീരകം പോലെ പ്രകൃതിയിൽ ഒരുപാട് ശക്തമായിട്ടുള്ള ഔഷധങ്ങൾ നമുക്ക് മുമ്പിൽ ചുറ്റും തന്നെ ഉണ്ട്. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞാലേ അതിന് ശരിയായ ഫലം കിട്ടും. ശരിയായ തോതിൽ, ശരിയായ സമയത്ത്, ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ അതിനൊക്കെ ഒരു ഫലം കിട്ടത്തുള്ളൂ. ഇപ്പൊ ന്യൂബോൺ ആയിട്ടുള്ള അമ്മമാരും പിന്നെ ആയുർവേദത്തിൽ വിശ്വാസമുള്ളവരും ഇതൊക്കെ പരീക്ഷിച്ച് അല്ലെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുന്നവർക്ക് മാത്രമാണ് ഇതിന്റെയൊക്കെ ഒരു ഫലപ്രദം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റിൽ ഒന്ന് ഷെയർ ചെയ്യൂ. ഞങ്ങൾ തീർച്ചയായിട്ടും വായിക്കും. ഇനി ആയുർവേദിക് പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ചോ ഹെൽത്ത് കൺസേൺസിനെ കുറിച്ചോ കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ സന്ദർശിക്കുക, ഞങ്ങളുടെ ഹോസ്പിറ്റലും സന്ദർശിക്കുക. നാച്ചുറലി ഹെൽത്ത് വിത്ത് ആയുർവേദ. നമസ്കാരം.